Today we can discuss about scope and importance of microbiology. In this, we will discuss different scopes like medical microbiology, public health microbiology, ecological microbiology, agricultural microbiology, food and dairy microbiology, industrial microbiology, pharmaceutical microbiology, microbial physiology and biochemistry, and molecular microbiology and genetics. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ ടേം നമ്മൾ മനസ്സിലാക്കണം. അത് എന്തിനാണ് ആ ഫീൽഡിൽ മൈക്രോബയോളജി അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്കിത് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസുകളുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി ഇൻ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ മൈക്രോബയോളജി. ഇപ്പൊ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് മൈക്രോബയോളജി യൂസ് ചെയ്യുക? നമുക്കൊക്കെ ലാബോറട്ടറി ടെസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ. എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് എടുക്കും, അല്ലെങ്കിൽ യൂറിൻ എടുക്കും. ഇത് കൾച്ചർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കൾച്ചർ ചെയ്യാതെയോ പല രീതിയിലും ടെസ്റ്റ് നടക്കുന്നുണ്ട്. എന്തിനാണ് അത് ചെയ്യുന്നത്? ടു ഐഡന്റിഫൈ ആൻഡ് ഐസൊലേറ്റ് ഇൻഫെക്ഷ്യസ് ബാക്ടീരിയ. ഏത് ബാക്ടീരിയനെ കൊണ്ടാണ് നമുക്ക് ഡിസീസ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ഐസൊലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് യൂസ്ഡ് ഫോർ പ്ലാനിങ് മെത്തേഡ്സ് ആൻഡ് മെഷേഴ്സ് ഫോർ ദ ട്രീറ്റ്മെന്റ് ആൻഡ് എലിമിനേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പൊ നിങ്ങളൊക്കെ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലാബ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് തരുന്ന സമയത്ത് അതിന്റെ താഴേക്ക് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടാവും. ഈ ആന്റിബയോട്ടിക് ഇതിനോട് റെസിസ്റ്റന്റ് ആണ്, ഈ ആന്റിബയോട്ടിക് ഇതോട് സെൻസിറ്റീവ് ആണെന്ന് ചില റിപ്പോർട്ടിൽ കാണാറുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ ഡോക്ടേഴ്സ് മെഡിസിൻ അല്ലെങ്കിൽ ഏതാണ് ആന്റിബയോട്ടിക് എന്നുള്ളത് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്ലാൻ ദ മെത്തേഡ്സ് ആൻഡ് മെഷേഴ്സ് ഫോർ ദ ട്രീറ്റ്മെന്റ് ആൻഡ് എലിമിനേഷൻ, ആൻഡ് ആൾസോ ഫോർ ട്രാക്കിംഗ് ഡൗൺ ന്യൂ unidentified pathogen and discovering the mechanism by which they will cause the diseases. പുതുതായിട്ടൊരു ഡിസീസ് വരുന്ന സമയത്ത്, ഇപ്പൊ COVID-19 വന്ന സമയത്ത് ആർക്കും അറിയില്ലായിരുന്നു എങ്ങനെയാണ് COVID-19 എന്ന് പറയുന്ന ഡിസീസ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് പുതുതായിട്ടൊരു പാത്തജൻ വരുന്ന സമയത്ത് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഡിസ്കവറി ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണ് ഡിസ്കവറി ചെയ്യുന്നത്, ഏത് റൂട്ടിലാണ് അതിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്, എത്ര ദിവസമാണ് അതിന്റെ ഇൻക്യുബേഷൻ ടൈം വരുന്നത്, എന്തൊക്കെയായിരിക്കും അതിന്റെ സിംറ്റംസുകൾ, ഏത് മെക്കാനിസത്തിലാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് മെഡിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നതിൽ മൈക്രോബയോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് പബ്ലിക് ഹെൽത്ത് മൈക്രോബയോളജി. പേര് പറയുന്ന പോലെ തന്നെ പബ്ലിക് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു വീട്ടിലോട്ട് വാട്ടർ സപ്ലൈ വരുന്നുണ്ട്, കോർപ്പറേഷന്റെ വാട്ടർ സപ്ലൈ വരുന്നുണ്ട്. So we have to monitor, is there any microorganism contamination is there in public health അല്ലെങ്കിൽ പബ്ലിക് സപ്ലൈ, വാട്ടർ സപ്ലൈയിലായാലും ഫുഡ് സപ്ലൈയിലായാലും കമ്മ്യൂണിറ്റി ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റിലായാലും അവിടെയൊക്കെയുള്ള അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. Then we have to take the measures to prevent the spread of communicable diseases. അപ്പൊ പലപ്പോഴും എലിപ്പനി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് ആകെ ഒന്ന് ഉഷാറാവും, ഇവിടെയൊക്കെ എലിപ്പനി വന്നിട്ടുണ്ട്, അപ്പൊ ബാക്കിയുള്ളവർക്ക് വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ ഈ മരുന്ന് ആദ്യം തന്നെ കഴിച്ചു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഈ പബ്ലിക് ഹെൽത്ത് മൈക്രോബയോളജിയിലെ അതിന്റെ മൈക്രോബയോളജിയുടെ സ്കോപ്പാണ്. പബ്ലിക്കിന്റെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ടു മെഷർ the measure to prevent the spread of communicable diseases, and also to monitor the community food establishment and water supplies. Next one is agricultural microbiology. As the name indicates, we are using microorganism for the agricultural purpose. It may be for as an fertilizer, or it may be for impact on or to combat the plant diseases. ചില മൈക്രോഓർഗാനിസംസുകൾ പ്ലാന്റിന് കോസ് ചെയ്യുന്ന ഡിസീസ് കോസ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ഏതാണ് ഈ പ്ലാന്റിന് ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിനെ റെസിസ്റ്റൻസിനോട് കോമ്പാക്ട് ചെയ്യാൻ പ്ലാന്റിന് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഈൽഡ് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കുക. ആൻഡ് സ്റ്റഡി ഓഫ് മൈക്രോബിയൽ ഫ്ലോറ ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ഓഫ് വാരിയസ് ഓർഗാനിസം. there are many microorganisms in our natural microbial flora. നമ്മളെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന കുറെ അധികം മൈക്രോ ഓർഗാനിസംസുകൾ ഉണ്ട്, എസ്പെഷ്യലി സ്മോൾ ഇൻഡസ്റ്റൈനിൽ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ വല്ലാണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് കേട് എന്ന് പറയുന്നത്, തൈര് എന്ന് പറയുന്ന സാധനം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം ഉണ്ടായതുകൊണ്ടാണ്.
ഇപ്പോൾ നമ്മൾ ഹെവി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല സദ്യക്കന്റെ കൂടെയൊക്കെ സാധാരണഗതിയിൽ ഈ കേട് കൊടുക്കുന്നതിനുള്ള ഒരു റീസൺ തന്നെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ലാക്ടോബാസില്ലസ് സ്പീഷീസിന് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, then bacteria and virus has been developed as an insect pathogen which can be substitute for chemical pesticide. ഈ പറയുന്ന ഇൻസെക്ടിനെ അല്ലെങ്കിൽ പാത്തോജൻസിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസം കെമിക്കൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നതിന് പകരം മൈക്രോ ഓർഗാനിസംസുകൾ യൂസ് ചെയ്യുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കമ്പോസ്റ്റ് എന്ന് പറയുന്ന സാധനം അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. സോ ദാറ്റ് ഈസ് ദ അഗ്രികൾച്ചർ മൈക്രോബയോളജി, അഗ്രികൾച്ചറൽ മൈക്രോബയോളജി. നെക്സ്റ്റ് വൺ ഈസ് എക്കോളജിക്കൽ മൈക്രോബയോളജി. സോ ആസ് വി നോ ദർ ഇസ് എൻ എൻവിറോൺമെന്റൽ സൈക്കിൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. കാർബൺ, നൈട്രജൻ, സൾഫർ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്ന് ഹയർ ഓർഗാനിസത്തിലോട്ട് പോകും. ഹയർ ഓർഗാനിസം ഡെഡ് ആവുന്ന സമയത്ത് വീണ്ടും മൈക്രോ ഓർഗാനിസം അതിനെ കാർബണും സൾഫറും നൈട്രജനും ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദർ ഇസ് എ സൈക്കിൾ ഇൻ എക്കോളജി. ആ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഡീകേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഡൈജസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അത് കാർബൺ, നൈട്രജൻ, സൾഫർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, and also to study on how microorganisms can be used to reduce the pollution effect of the environment. പല വേസ്റ്റ് പ്രൊഡക്റ്റിനും ഡൈജസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പല പർപ്പസിനും ഡീകേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ എക്കോളജിക്കൽ മൈക്രോ ബയോളജി. എക്കോളജിയിൽ കാർബൺ, നൈട്രജൻ, സൾഫർ സൈക്കിൾ, സോയിൽ ആൻഡ് ഫ്രഷ് വാട്ടറിനൊക്കെ അതിന്റെ സൈക്കിളിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്ത് മൈക്രോ ബയോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എക്കോളജിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മൈക്രോബിയൽ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി. ഇപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ പാത്തോഫിസിയോളജി അല്ലെങ്കിൽ ഫിസിയോളജിയും ബയോകെമിസ്ട്രി ഒക്കെ നമ്മൾ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസത്തിലെ ആന്റിബയോട്ടിക് സിന്തസിസ് ഉണ്ടാകുന്നത്. ഈ ആന്റിബയോട്ടിക് എന്ന് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കാം, ആന്റിബയോട്ടിക്കിലെ മേജർ കമ്പോണൻസും നമ്മൾ സിന്തസിസ് ചെയ്യുന്നത് നാച്ചുറൽ മെത്തേഡ് വഴിയാണ്. നാച്ചുറൽ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് കെമിക്കൽ മാനുഫാക്ചറിങ് നടത്താൻ പറ്റും ഒരു സ്പെസിഫിക് കോമ്പൗണ്ടിന്. ചില സമയത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫെർമെന്റേഷൻ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് ഫംഗസ് പോലെയുള്ള പെൻസിലിൻ നൊട്ടേറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചത് ഒരു ഫംഗസ് ആണ്. അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് മെത്തേഡിലാണ് ഈ പറയുന്ന ആന്റിബയോട്ടിക്കിന്റെ സിന്തസിസ് ഉണ്ടാവുന്നത്, ടോക്സിൻ ഉണ്ടാവുന്നത്, മൈക്രോബിയൽ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്യാം. Now, how the organism is surviving the harsh condition we are giving. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആന്റിമൈക്രോബിയൽ ഏജൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിനോട് എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസം റെസിസ്റ്റന്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ മൈക്രോബിയൽ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന സ്കോപ്പിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സമയത്ത് മൈക്രോ ഓർഗാനിസത്തിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനൊക്കെ? ബയോട്ടിക്സ് ഉണ്ടാക്കുന്നതിന്റെ മെത്തേഡ് എങ്ങനെയാണ്, പാത്വേ എങ്ങനെയാണ്, എനർജി പ്രൊഡക്ഷന്റെ പാത്വേ എങ്ങനെയാണ്, ഇനി ഇൻ കേസ് ആന്റിബയോട്ടിക്സ് കൊടുക്കുന്ന സമയത്ത് മൈക്രോ ഓർഗാനിസം റെസിസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് റെസിസ്റ്റൻസ് വരുന്നത്, അതിന്റെ പാത്വേ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പഠിക്കുക എന്നുള്ളതാണ് മൈക്രോബിയൽ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫുഡ് ആൻഡ് ഡയറി മൈക്രോബയോളജി. കുറെ അധികം പ്രോഡക്ട്സുകൾ നമ്മൾ മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ചീസ്, യോഗേർട്ട്, പിക്കിൾസ്, ബീർ, ഇങ്ങനെ പറയുന്ന സാധനങ്ങളൊക്കെ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധനത്തിനെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫുഡ് ആൻഡ് ഡയറി മൈക്രോബയോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിൽ അതർ മൈക്രോബിയൽ കണ്ടാമിനൻസുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടും നമ്മൾ ഫുഡ് ആൻഡ് ഡയറി മൈക്രോബയോളജി യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ബോട്ടിലിനം, സാൽമണലോസിസ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ഫുഡ് പോയ്സണിങ്ങിന് റീസണബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. ബോട്ടിലിനം അല്ലെങ്കിൽ സാൽമണലോസിസ് എന്നൊക്കെ പറയുന്ന ഓർഗാനിസംസുകളാണ് സാധാരണ ഫുഡ് പോയ്സണിങ്ങിൽ കാണാറുള്ള മൈക്രോ ഓർഗാനിസം. അപ്പൊ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഫുഡ് ആൻഡ് ഡയറി മൈക്രോബയോളജി യൂസ് ചെയ്യുന്നത്. Okay, so that is next one, food and dairy microbiology. Next one is for the treatment of industrial waste. പല സമയത്തും പല ഇൻഡസ്ട്രിയിലും നമുക്ക് കാണുന്ന ഒരു പ്രശ്നമാണ് അതിന്റെ വേസ്റ്റ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻഡസ്ട്രിയിൽ ഒരു മാനുഫാക്ചറിങ് നടക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ബട്ട് സം പ്രൊഡക്റ്റ് വിൽ ബി റിമൈനിങ് ദർ വിച്ച് കനോട്ട് ബി ഡീഗ്രേഡഡ്. അപ്പൊ അങ്ങനെ പല പ്രൊഡക്റ്റിനെയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസംസുകൾ യൂസ് ചെയ്യാറുണ്ട്. യൂസ്ഡ് ഫോർ ദ ഡീകമ്പോസിഷൻ ഓഫ് wastewater, salt, organic matters and spent media may be toxic by using different organisms like actinomycetes, fungi and protozoa.
Then anaerobic bacteria in anaerobic digestion tanks are active in decomposition of organic matters by yielding simple organic molecules such as acid, alcohol, glycerol and amine. ഒരു ഹയർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ സിമ്പിൾ ആയിട്ടുള്ള ആസിഡുകളും ആൽക്കഹോളുകളും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അനാറോബിക് ബാക്ടീരിയാസുകൾ യൂസ് ചെയ്യാറുണ്ട്. Cyanide, which is produced during the large scale manufacturing of metal extraction, electroplating and steel industry. മെറ്റൽ കോട്ടിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സയനൈഡ് എന്ന് പറയുന്നത്. അപ്പൊ സയനൈഡ് പോയിസൺ ആണ് എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതിനൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ് സ്ട്രെപ്റ്റോമൈസസ് ലാവിരുഡിലെ എന്ന് പറയുന്ന ഓർഗാനിസം. So this is the another use of microbiology to treat the industrial waste. രണ്ട് എക്സാമ്പിൾസുകളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് അനറോബിക് ബാക്ടീരിയാസുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഓർഗാനിക് മാറ്റേഴ്സിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് സയനൈഡിനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. സയനൈഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെപ്റ്റോമൈസസ് ലാവിരുഡിലെ എന്ന് പറയുന്ന ഓർഗാനിസം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മെറ്റീരിയൽ. Next one is molecular microbiology and genetics. Microbial, molecular microbiology and genetics. പേര് പറയുന്ന പോലെ തന്നെ എന്താണ് ഒരു ജീന്, ജനറ്റിക് ഇൻഫോർമേഷൻസുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആ ജീന് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. To study the nature of genetic information and how it regulates the development and function of cells and organisms. And also they are dealing with the producing new microbial strain that are more efficient in synthesizing new products. നമ്മൾ നേരത്തെ പറഞ്ഞു ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാനുള്ള റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം തന്നെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് വഴി ഇൻഹിബിറ്റഡ് ആയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആന്റിബയോട്ടിക്കിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയാണ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതില് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ആന്റിബയോട്ടിക് എന്ത് സംഭവിക്കുന്നു? നമ്മൾ എടുത്തിരിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഗ്രോത്ത് അല്ലെങ്കിൽ ഫർദർ പ്രൊഡക്റ്റ് ഫോർമേഷൻ ഇല്ലാണ്ടാവും. ഓക്കെ, ഫർദർ പ്രൊഡക്റ്റ് ഫോർമേഷൻ ഇല്ലാണ്ടാവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ഓർഗാനിസത്തിന് പുതിയൊരു സ്ട്രെയിനിനെ നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. പുതിയൊരു സ്ട്രെയിൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ സിന്തസിസ് ചെയ്യുക. എങ്ങനെ സിന്തസിസ് ചെയ്യുക? ആ സ്ട്രെയിനിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടാവണം. ഉണ്ടാവുന്ന പ്രൊഡക്റ്റിനോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെയിൻ ആയിരിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? എത്ര പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് കൊടുത്തിരിക്കുന്ന സബ്സ്ട്രേറ്റിനെ വീണ്ടും പ്രൊഡക്റ്റ് ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ എന്താ പ്രോബ്ലം? അത് റെസിസ്റ്റന്റ് അല്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും എന്നുള്ളതാണ്. So that is the microbial molecular biology or genetics എന്ന് പറയുന്നത്, to study the nature of genetic and information and how it regulates, and also to produce new microbial strains that are more efficient in synthesizing new products. Next application is pharmaceutical microbiology. അടുത്ത 9th application എന്ന് പറയുന്നത് pharmaceutical microbiology. അപ്പൊ ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജിന്റെ അടിയിൽ കുറെ അധികം അപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള അപ്ലിക്കേഷൻസുകളൊക്കെ പറയുന്നത് ഇതിന്റെ താഴെ ആയിരിക്കും. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ ആണ് ആന്റി മൈക്രോബിയൽ അസേ ഓഫ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെ വന്ന ആന്റി മൈക്രോബിയൽ അസേ, മൈക്രോ ഓർഗാനിസത്തിന് എതിരായിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗുകളുടെ അസേ നടത്തുക എന്നുള്ളതാണ് അതിന്റെ വേർഡ് മീനിങ്, ആന്റി മൈക്രോബിയൽ അസേ. അപ്പൊ ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി കാണിക്കുന്ന സബ്സ്റ്റൻസിന് എത്രത്തോളം പവർ ഉണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൈക്രോ ബയോളജി അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ആവശ്യമായിട്ട് വരും. ഒരു ഡിസിൻഫെക്റ്റന്റ് അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് എത്ര കോൺസെൻട്രേഷനിൽ കൊടുക്കുമ്പോഴാണ് അതിലുള്ള കംപ്ലീറ്റ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അസേ ചെയ്യണം നമ്മൾ. അതിനാണ് മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുക. മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ, ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് കോൺസെൻട്രേഷൻ റിക്വയർഡ് ടു ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ എ സാമ്പിൾ. അപ്പോ ഇതിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പറയാം ഇറ്റ് ഈസ് എ പവർഫുൾ ആന്റിമൈക്രോബിയൽ ഏജന്റ്, ഇറ്റ്സ് എ പവർഫുൾ ആന്റിബയോട്ടിക്. ഏറ്റവും കുറഞ്ഞ ഡോസിൽ കൊടുക്കുമ്പോൾ തന്നെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും എപ്പോഴും ഒരു
പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പവർഫുൾ ആന്റി ബയോട്ടിക് അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ ഏജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആന്റി മൈക്രോബിയൽ അസേ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു പെട്രി ഡിഷ്, നിങ്ങൾക്ക് പെട്രി ഡിഷ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പൊ പെട്രി ഡിഷിൽ കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്യും. കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് ഗ്രോത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസുകളും ആഡ് ചെയ്തിട്ടുള്ള സോളിഡോ സെമി സോളിഡോ ലിക്വിഡോ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെയാണ് കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ ആ കൾച്ചർ മീഡിയ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് കൾച്ചർ മീഡിയനെ നമ്മൾ ആദ്യം സ്റ്റെറിലൈസ് ചെയ്യും. നമുക്ക് യൂസ് ചെയ്യേണ്ട അപ്പാരറ്റസിനെ ആദ്യം സ്റ്റെറിലൈസ് ചെയ്യും. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ആ കൾച്ചർ മീഡിയ ഈ ഒരു എംപ്റ്റി ആയിട്ടുള്ള പെട്രി ഡിഷിലോട്ട് പോർ ചെയ്യും. അതിനുശേഷം അതിന്റെ മുകളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ സർഫസ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ സർഫസിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം പോർ ചെയ്യും. അങ്ങനെ ഒരു പോർ പ്ലേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ലോൺ കൾച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. അങ്ങനെ ഒരു മെത്തേഡ് ചെയ്യും. അപ്പൊ അതിന്റെ സർഫസ് കംപ്ലീറ്റ്, നമ്മൾ പുല്ല് ഉണ്ടാകുന്ന ലോൺ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ കംപ്ലീറ്റ് സർഫസ് കവർ ചെയ്യുന്ന രീതിയിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ സൊല്യൂഷൻ വെച്ച് ട്രീറ്റ് ചെയ്തതിനു ശേഷം അതിനെ ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്യുബേറ്ററിൽ അതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് കൊടുത്ത് രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ അതിൽ പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട ആന്റിബയോട്ടിക്. ഇപ്പൊ മൈക്രോബിയൽ അസേ രണ്ട് പർപ്പസിനാണ് വേണ്ടിയിട്ടാണ് ചെയ്യുക. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് പർപ്പസിന് വേണ്ടി, രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് പർപ്പസിന് വേണ്ടി. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് അതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടി. ഒരു ആന്റിബയോട്ടിക്കിന്റെ ക്വാളിറ്റി എന്തായിരിക്കും, മൈക്രോ ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ആന്റിബയോട്ടിക്കിന്റെ ആ ഡിസ്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ നമ്മൾ ആ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തതിനു ശേഷം ഇതിന്റെ സർഫസിൽ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അത് ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു ക്ലിയർ സോൺ ഓഫ്, ഇവിടെയൊക്കെ ഇപ്പോൾ മൈക്രോബിയൽ ഗ്രോത്ത് കാണുന്നത്, അതാണ് ഇതിന്റെ കളർ ചേഞ്ച് വരാനുള്ള കാരണം. ഓക്കെ, ആ സ്ഥലത്ത് നമ്മൾ ഒരു ആന്റിബയോട്ടിക് കൊടുത്ത സമയത്ത് അതിന് ചുറ്റും ഒരു ഏരിയയിൽ, അത്രയും ഏരിയയിൽ ഗ്രോത്ത് ഇല്ലാത്ത ഒരു സോൺ ഓഫ് ഇൻഹിബിഷൻ എന്ന് പറയും. അതിനെയാണ് സോൺ ഓഫ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അത്രയും ഏരിയയിൽ ഗ്രോത്ത് ഇല്ലാത്ത രീതിയിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ആന്റിബയോട്ടിക് മൈക്രോ ഓർഗാനിസത്തിനോട് സെൻസിറ്റീവ് ആണ്. അതായത് ആ ആന്റിബയോട്ടിക്കിന് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇനി ചില ആന്റിബയോട്ടിക് നോക്കുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് ഈ സോൺ ഓഫ് ഇൻഹിബിഷൻ ഒന്നുമില്ല. കാരണം മൈക്രോ ഓർഗാനിസം ഈ ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റന്റ് ആണ്. ഇവിടെ കുറച്ച് സെൻസിറ്റീവ് ആണ്, ഇവിടെ കുറച്ചും അതിനേക്കാളും കുറച്ചും കൂടി സെൻസിറ്റീവ് ആണ്, ഇത് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആണ്. ഈ ഒരു ഡയമീറ്റർ നമ്മൾ മെഷർ ചെയ്യുന്നതിനനുസരിച്ച് അത് ക്വാണ്ടിഫൈ ചെയ്യാനും കൂടി പറ്റും. ഉണ്ടോ ഇല്ലേന്ന് നോക്കാൻ സോൺ ഓഫ് ഇൻഹിബിഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിന്റെ ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് എത്രത്തോളമാണ് ഇതിന്റെ പൊട്ടൻസി എന്നുള്ളതും കൂടി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെയാണോ അസേ ചെയ്യുന്നത് അതുപോലെ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് വെൽ എന്ന് പറയും. നമുക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കാം. അപ്പൊ നമുക്കിത് സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ലിക്വിഡ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ സർഫസിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കും. ആ ഹോളിൽ നമ്മൾ ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഡിസ്ക് എത്രത്തോളമാണ് ഇതിൻ്റെ ഉള്ളിൽ ഡിഫ്യൂഷൻ നടക്കുന്നത്, അങ്ങനെ ഒരു എഫക്ട് കിട്ടുകയാണെങ്കിൽ ആ മെത്തേഡിനെ പറയുന്ന പേരാണ് അഗാർ ഡിഫ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ആന്റിമൈക്രോബിയൽ അസേ. അനദർ ടൈപ്പ് ഓഫ് ആന്റിമൈക്രോബിയൽ അസേ ഈസ് ടർബിഡിമെട്രിക് മെത്തേഡ്. അപ്പൊ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു ലിക്വിഡ് ആണ് തന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഗ്രോത്ത് കാണുക എങ്ങനെയായിരിക്കും, അതിൽ എന്തെങ്കിലും ഒരു ടർബിഡ് ഒരു ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷൻ എടുത്ത് നമ്മൾ മൈക്രോ ഓർഗാനിസം കൊടുത്ത് ഇൻക്യുബേറ്റ് ചെയ്ത് പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് ആ ക്ലിയാരിറ്റി പോയിട്ടുണ്ടാവും. അതിൽ എന്തൊക്കെയോ സാധനം ഇങ്ങനെ ടർബിഡ് ചെറിയ പാർട്ടിക്കിൾ ആയിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതും നമുക്ക് ആന്റിമൈക്രോബിയൽ അസേ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു സീരീസ് ഓഫ് ഡ്രഗ് നമ്മൾ ഗ്രോത്ത് നമ്മൾ എടുക്കുകയാണ്. ഒരേ എമൗണ്ട് ഓഫ് ഗ്രോത്ത് ആണ്, എല്ലാത്തിലും ഗ്രോത്ത് ഉണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് പഠിക്കേണ്ട ആന്റിബയോട്ടിക്കിന്റെ ഹയർ കോൺസെൻട്രേഷൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ലോവസ്റ്റ് കോൺസെൻട്രേഷന് ഹയർ കോൺസെൻട്രേഷൻ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കോൺസെൻട്രേഷൻ എത്തുന്ന സമയത്ത് ഇത് ഗ്രോത്ത് കാണിക്കുന്നതാണ്. ഇതിൽ കുറച്ച് ഇൻഹിബിഷൻ നടന്നു, വീണ്ടും ഇൻഹിബിഷൻ നടന്നു, വീണ്ടും ഇൻഹിബിഷൻ നടന്നു. ഒരു സമയത്ത് എത്തുന്ന സമയത്ത് തീരെ ഗ്രോത്ത് ഇല്ലാത്ത ഒരു അവസ്ഥ വരും. ആ ഒരു കോൺസെൻട്രേഷനെയാണ് നമ്മൾ സാധാരണ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ MIC എന്ന് പറഞ്ഞ സാധനം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ് ടർബിഡിമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൽ നമുക്ക് ആന്റിമൈക്രോബിയൽ അസേ ചെയ്യാൻ പറ്റും.
So that is a scope of microbiology in pharmaceutics for determining the activity of antimicrobial agents. That is known as antimicrobial assay of antibiotics. Next one is evaluation of disinfectant. Next pharmaceutical application of pharmaceutical microbiology scope for evaluation of disinfectant. So as we know, disinfectant are the agent which have a capacity to inhibit the growth of microorganisms. ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഏത് സാധനത്തിനെയാണ് നമ്മൾ ഡിസിൻഫെക്ടന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ട് സാധനങ്ങളാണ് സാധാരണഗതിയിലുള്ള ഡിസിൻഫെക്ടന്റും ഉണ്ട് ആന്റിസെപ്റ്റിക്കും ഉണ്ട്. എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ഡിസിൻഫെക്ടന്റ് എന്ന് പറയുന്നത് നോൺ ലിവിങ് ഒബ്ജക്ട്സിന്റെ മുകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു എക്യുപ്മെന്റ് ക്ലീൻ ചെയ്യണം, ഫ്ലോർ ക്ലീൻ ചെയ്യണം, നമ്മൾ ടെസ്റ്റ് ട്യൂബ് ക്ലീൻ ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യുന്ന സ്പാച്ചുല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക ഡിസിൻഫെക്ടന്റ് ആണ്. ഇത് കുറച്ച് കൊറോസീവ് ആണ്, കുറച്ച് പവർഫുൾ ആണ്, ഇറിറ്റേറ്റിംഗ് ആണ്. ഇത് നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അനിമേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ ലിവിങ് ടിഷ്യൂസിന്റെ മുകളിൽ യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്ടന്റിന് അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ ഏജൻസിനെയാണ് നമ്മൾ ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മൗത്ത് വാഷ്, ഹാൻഡ് വാഷ്, ഹാൻഡ് സാനിറ്റൈസേഴ്സ്, ടിഞ്ചർ അയഡിൻ, പൊവിഡോൺ അയഡിൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സാധനത്തിന് എത്രത്തോളം മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ ഓഫ് ഡിസിൻഫെക്ടന്റ് അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ ഓർഗാനിസം എടുക്കണം, ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷനിൽ ഡിഫറെന്റ് ടൈം ഇന്റർവെൽസിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ പിന്നെയും ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനുള്ള ഡിഫറെന്റ് മെത്തേഡ്സുകളാണ് ഫിനോൾ കോഎഫിഷ്യൻ ടെസ്റ്റ്, സസ്പെൻഷൻ ടെസ്റ്റ്, കപ്പാസിറ്റി ടെസ്റ്റ്, കാരിയർ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 3 പഠിക്കാനുള്ളതാണ്. എന്താണ് ഡിസിൻഫെക്ടന്റ്, എങ്ങനെയാണ് ഡിസിൻഫെക്ടന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോബയോളജി, ഇവാലുവേഷൻ ഓഫ് ഡിസിൻഫെക്ടന്റ്. നെക്സ്റ്റ് വൺ ഈസ് efficacy testing of preservatives. So preservatives are the agent which are used to inhibit the growth in pharmaceutical or food products. Food products lo, pharmaceutical agents lo, especially ലിക്വിഡോ സെമി സോളിഡോ ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിന്റെ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസിനെയാണ് പ്രിസർവേറ്റീവ്സ് എന്ന് പറയാം. അപ്പൊ ഈ നമ്മളിപ്പോ ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നാ ഓക്കെ, ഇതിനെന്തായാലും മൈക്രോ ഓർഗാനിസത്തിന് കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് അഷ്യൂർ ചെയ്യാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവിനോട് മൈക്രോ ഓർഗാനിസം റെസിസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ വീണ്ടും ഗ്രോത്ത് കാണിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിലുള്ള എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്ത പ്രിസർവേറ്റീവ് അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. റബ്ബർ അല്ലെങ്കിൽ പാക്കിംഗ് മെറ്റീരിയൽ ചിലപ്പോൾ അതിലുള്ള പ്രിസർവേറ്റീവിനെ അബ്സോർബ് ചെയ്യാം. അപ്പൊ ഒക്കെ പ്രിസർവേറ്റീവിന്റെ എഫിക്കസി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എത്രത്തോളം എഫിക്കസ് ആണ് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ചാലഞ്ച് ടെസ്റ്റ് എന്ന് പറയും. ഇതിൽ നമ്മൾ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഡിഫറെന്റ് ടൈം ഇന്റർവെൽസിൽ നമ്മൾ സാമ്പിൾ എടുക്കും. അതിന് നമ്മൾ ഒരു കൾച്ചർ മീഡിയത്തിലോട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കുക. അതാണ് ആ ടെസ്റ്റും പറയുന്നത്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ടൈമിൽ ഓവർ പീരിയഡ് ഓഫ് ടൈം സാമ്പിൾസ് ആർ റിമൂവ്ഡ് ഫ്രം ദ ഈച്ച് കണ്ടെയ്നർ ആൻഡ് ടെസ്റ്റഡ് ഫോർ ദ പ്രൊപ്പോർഷൻ ഓഫ് സർവൈവേഴ്സ്. നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തതിൽ പിന്നെ ഗ്രോത്ത് കാണാൻ പാടില്ലാത്തതാണ്. അപ്പൊ വീണ്ടും അതിൽ ഗ്രോത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് എഫിക്കസ് അല്ല എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനും ഡിറ്റർമൈൻ ചെയ്യാനും പറ്റും. ദാറ്റ് ഈസ് ദ എഫിഷ്യൻസി ടെസ്റ്റിംഗ് ഓഫ് പ്രിസർവേറ്റീവ്. നെക്സ്റ്റ് വൺ ഈസ് ബാക്ടീരിയൽ എൻഡോടാക്സിൻ ടെസ്റ്റ്. ബാക്ടീരിയൽ എൻഡോടോക്സിൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പാരൻട്രൽ പ്രൊഡക്ട്സ്, ഡയറക്റ്റ് ബ്ലഡിലോട്ട് കൊടുക്കുന്ന ഫോർമുലേഷൻസുകൾ. ആ ഡയറക്റ്റ് ബ്ലഡിലോട്ട് കൊടുക്കുന്ന ഫോർമുലേഷൻസിൽ ഏതെങ്കിലും രീതിയിലുള്ള ടോക്സിൻസുകൾ ഉണ്ട്, അല്ലെങ്കിൽ പൈറോജൻസുകൾ ഉണ്ട്. പൈറോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചറുകൾ കൂട്ടുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടി ഉള്ള സബ്സ്റ്റൻസിനെയാണ് പൈറോജൻസ് എന്ന് പറയുന്നത്. അത് ബോഡിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ കൂടും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അതിന്റെ ടോക്സിസിറ്റി ഉണ്ടാകുന്നുണ്ടോ, എൻഡോടോക്സിൻസുകൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ള ഇറ്റ്സ് എൻ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ഫോർ പാരന്റൽ പ്രൊഡക്ട്സ് ആസ് വെൽ ആസ് മെഡിക്കൽ ഡിവൈസസ്. നമ്മൾ ഇൻഫ്യൂഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്യൂബ്, സിറിഞ്ചസുകൾ, ഇതിലൊക്കെ ഇതുണ്ടോ എന്ന് നോക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഒരു ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ലാൽ ടെസ്റ്റ്, gel clot method, chromatogenic endpoint method, kinetic turbidimetric assay method, kinetic chromogenic assay method. Everything is done for parenteral product to determine the pyrogens or endotoxin. Endotoxin ന്റെ വേറൊരു പേരാണ് pyrogens എന്ന് പറയുന്നത്. Pyrogens എന്ന് പറഞ്ഞാൽ these are the substances which has capacity to increase the body temperature. Okay.
എൻഡോടോക്സിൻ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാനും അതിനെ ക്വാണ്ടിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സിനെയാണ് ബാക്ടീരിയൽ എൻഡോടോക്സിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് pharmaceutical application of microbiology. Next one is evaluation of bioburden. ബയോബേർഡൻ എന്ന് പറയുന്ന സമയത്ത് ഒരു എൻവിറോൺമെന്റിൽ എത്രത്തോളം മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റിനെയാണ് ബയോബേർഡൻ എന്ന് പറയുന്നത്. ബയോബേർഡൻ എന്ന് പറയുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ എത്രത്തോളം മൈക്രോ ഓർഗാനിസം ഉണ്ട്, ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എത്രത്തോളം മൈക്രോ ഓർഗാനിസം ഉണ്ട്, എന്നും നമ്മൾ തുടച്ചു വൃത്തിയാക്കുന്ന ഒരു സ്ഥലത്ത് എത്രത്തോളം മൈക്രോ ഓർഗാനിസം ഉണ്ട്, എന്നും സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയിൽ എത്രത്തോളം മൈക്രോ ഓർഗാനിസം ഉണ്ട്. അപ്പൊ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാരന്റൽ പ്രിപ്പറേഷൻസിനൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഏരിയയിൽ ആ പാരന്റൽ പ്രൊഡക്റ്റിലോട്ട് കണ്ടാമിനേഷൻ ആവാനുള്ള ഒരു ചാൻസ് ചിലപ്പോൾ എൻവിറോൺമെന്റ് ആയിരിക്കും. ആ എൻവിറോൺമെന്റിലുള്ള മൈക്രോ ഓർഗാനിസം ആയിരിക്കും പ്രൊഡക്റ്റിലോട്ട് പോകുന്നത്. അപ്പോൾ എൻവിറോൺമെന്റിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻവിറോൺമെന്റിൽ മൈക്രോ ഓർഗാനിസം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റും കൂടിയാണ് ഇവാലുവേഷൻ ടെസ്റ്റ് എന്ന്. ഫോർ മോണിറ്ററിംഗ് ദ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഓഫ് പ്രൊഡക്ഷൻ എൻവിറോൺമെന്റ്. These are done by settle plate method. Settle plate method എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആദ്യം നമ്മൾ പെട്രി ഡിഷ് സ്റ്റെറിലൈസ് ചെയ്യുക, കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്യുക, കൾച്ചർ മീഡിയനെ സ്റ്റെറിലൈസ് ചെയ്യുക, അത് പെട്രി ഡിഷിലോട്ട് പോർ ചെയ്യുക, പെട്രി ഡിഷ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ 1 മണിക്കൂർ ഓപ്പൺ ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ മെത്തേഡ് എന്ന് പറയുന്നത്. 1 മണിക്കൂർ ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ നമ്മൾ ക്ലോസ് ചെയ്ത് ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റിലോട്ട് മാറ്റുക. അവിടെ നമ്മൾ അതിന് ഒപ്റ്റിമം ടെമ്പറേച്ചർ കൊടുക്കുന്നു, അതിന് ഒപ്റ്റിമം എയറേഷൻ കൊടുക്കുന്നു, അതിന്റെ മിനിമം ഒരു 24 അവർ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതുപോലെ ഗ്രോത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇൻഡിവിജ്വൽ കോളനീസ് എന്നാണ് പറയാം. ഇങ്ങനെ കാണുന്നതിനാണ് ഇൻഡിവിജ്വൽ കോളനീസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളമാണ്, ഏതൊക്കെ രീതിയിലാണ് ഓരോരോ ബാക്ടീരിയാസുകൾ അതിന്റെ മുകളിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ എൻവിറോൺമെന്റിൽ ഓപ്പൺ ചെയ്ത സമയത്ത് എൻവിറോൺമെന്റിലെ എയർ എന്ന് വന്നിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും. അപ്പോൾ എത്രത്തോളം ഓർഗാനിസം ഉണ്ട്, ഇത് കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഇത് സർഫസ് കംപ്ലീറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കുക? അത്രത്തോളം അവിടെ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ട്. ഇത് കുറയുന്നതിനനുസരിച്ച് വളരെ ചെറിയ കണ്ടാമിനേഷനെ വന്നിട്ടുള്ളൂ. ഇതിനാണ് കോളനി എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് കോളനി ഫോമിംഗ് യൂണിറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 1 to 4 അവർ ഒക്കെ നമ്മൾ എൻവിറോൺമെന്റിൽ വാരിയസ് പ്രോസസ്സിൽ എടുത്തതിന് ശേഷം അതിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് മെത്തേഡ്, സെറ്റിൽ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് microorganisms are used as a biological indicator. So we had discussed about different sterilization process. Sterilization process are the process which are used to inhibit or kill the microorganism എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്ന സ്റ്റെറിലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ്. അത് സക്സസ്ഫുൾ ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൈക്രോ ഓർഗാനിസം അതിന് നമ്മൾ സ്റ്റഡി നടത്തി നമുക്കറിയാം അതിന് ഇത്ര ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കില്ല് ചെയ്യുമെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ട അപ്പാരറ്റസിന്റെ ഉള്ളിൽ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ഏതെങ്കിലും രീതിയിൽ ഒരു പേപ്പറിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള പോർഷനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന അപ്പാരറ്റസിന്റെ ഉള്ളിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യാം. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എടുത്തിരിക്കുന്ന സാമ്പിൾ എടുത്ത് നമ്മൾ വീണ്ടും കൾച്ചർ മീഡിയത്തിൽ ഇടുന്ന സമയത്ത് ആ കൾച്ചർ മീഡിയയിൽ ഗ്രോത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ പ്രോസസ് വാസ് നോട്ട് സക്സസ്ഫുൾ. നമ്മളൊരു സ്റ്റെറിലൈസേഷൻ ചെയ്ത സമയത്ത് നമ്മൾ അതിൽ മൈക്രോ ഓർഗാനിസത്തിനെ വെച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റെറിലൈസ് ചെയ്ത സമയത്ത് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ വി വിൽ യൂസ് ഹൈലി റെസിസ്റ്റന്റ് മൈക്രോബിയൽ സ്പോർ. If it failed to survive, it is assumed that all the other microorganism also is killed. So these are some examples of biological indicators. Very important ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പല കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ ഫോർ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ബയോളജിക്കേറ്റർ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ ഡിഫറെന്റ് സ്റ്റെറിലൈസേഷൻ എക്യുപ്മെന്റ്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് ഓട്ടോക്ലേവ് ആണ്. ഓട്ടോക്ലേവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ് സ്പോർസ് ഓഫ് ബാസില്ലസ് സ്റ്റീരിയോതെർമോഫിലസ് എന്ന് പറയുന്നത്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹോട്ട് എയർ ഓവൻ ആണ്. നമ്മൾ സാധാരണ ഓവൻ എന്ന് പറയുന്ന സാധനം തന്നെയാണ്, ഹോട്ട് എയർ ഓവൻ കൊടുക്കുക എന്നുള്ളതാണ്. സോ we will use biological indicators like Bacillus stereothermophilus and Clostridium tetani. Then Bacillus pumilus is used as a biological indicator is ionization
radiations, Bacillus subtilis and Aspergillus niger in case of ethylene oxide sterilization. So these are some examples of biological indicators which is used to monitor the successful sterilization process of different sterilization processes or different sterilization equipments. So these are some examples of biological indicators. Next one is for the detection of microorganism in pharmaceutical dosage form. It is also a quality control test. ഇപ്പോൾ നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ എന്തിനാണ് കൊടുക്കുന്നത്? ഒരു ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ അതൊരു ആന്റിബയോട്ടിക്കിനെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ ട്രീറ്റ് ചെയ്യാനായിരിക്കാം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടീഷൻസിന് വേണ്ടിയിട്ടായിരിക്കാം. ചിലപ്പോൾ ജെല്ല് യൂസ് ചെയ്യുന്നുണ്ടാവും, ഐ ലോഷൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതിലൊക്കെ ഒരു ആക്സെപ്റ്റബിൾ റേഞ്ച്, പാരന്റൽ പ്രൊഡക്ട്സിൽ ഒരു കാരണവശാലും മൈക്രോ ഓർഗാനിസം ഉണ്ടാവാൻ പാടില്ല. ഓറൽ ആയിട്ട് കഴിക്കുന്ന ഡ്രഗിലൊക്കെ ചില എമൗണ്ട് വരെ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് അക്സെപ്റ്റബിൾ ആണ്. അപ്പൊ അത് അക്സെപ്റ്റബിൾ ലെവലിന്റെ ഉള്ളിലാണോ അല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോബയോളജി യൂസ് ചെയ്യുന്നുണ്ട്. അക്സെപ്റ്റബിൾ ലിമിറ്റ് ഓഫ് മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ ഡിഫറെന്റ് മെറ്റീരിയൽ ഇസ് പ്രെഡിക്റ്റഡ് ഇൻ ഫാർമക്കോപ്പിയ. So in order to check whether the product containing the microorganism in acceptable level or not. അതിൽ USP ഒരു എക്സാമ്പിൾ പറയാണ്. USP എന്ന് പറയുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പ്രൊഡക്റ്റിലും USP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും, IP ഇന്ത്യൻ ഫാർമക്കോപ്പിയ, ന്റെ ഫാർമക്കോപ്പിയാണ് USP എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ദ ഡിറ്റക്ഷൻ ഫോർ ടെസ്റ്റ് ഫോർ ഈക്കോളി, Staphylococcus aureus, Pseudomonas aeruginosa, then Salmonella, which must be totally absent from the preparation being hazardous organism. ഒരു പ്രൊഡക്റ്റിലും ഈ പറഞ്ഞ ഓർഗാനിസം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് USP യിലുള്ള പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ സം IP പ്രിസ്ക്രിപ്ഷൻസ്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ, ടോപ്പിക്കൽ നോൺ സ്റ്റെറോയിലർ റെസ്പിറേറ്ററി പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു കാരണവശാലും സൂഡോമോണാസ് ഒറിയോജിനോസയോ സ്റ്റെഫൈലോകോക്കസ് ഓറിയോസോ ഉണ്ടാവാൻ പാടില്ല. ഓറൽ ആൻഡ് റെക്ടൽ പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അതിലൊരു കാരണവശാലും ഈക്കോളയുടെ പ്രസൻസ് ഉണ്ടാവാൻ പാടില്ല. ഓറൽ പ്രൊഡക്റ്റ് കണ്ടെയ്നിങ് റോ മെറ്റീരിയൽസ് ഓഫ് നാച്ചുറൽ ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ സാൽമോണല്ല, ഈക്കോളൈ, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഉണ്ടാവാൻ പാടില്ല. ഹെർബൽ റെമഡീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു കാരണവശാലും സാൽമോണല്ലയോ ഈക്കോളയോ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇതിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And finally, most important application in pharmaceutical microbiology is the preparation or production of different agents by using pharmaceutical biotechnology, which deals with the use of microbes in manufacturing of different substances like antibiotic like penicillin, streptomycin and tetracycline, vitamin like vitamin B12, intracellular and extracellular enzymes like amylase, protease, lipase, invertase, oxidase, catalase, cortisone and reductase, phospholipase, cellulase and chitinase, and hormones like humulin by recombinant DNA technology, steroids like cortisone, prednisolone, ergosterol, testosterone and progesterone, and for the production of vaccine like poliomyelitis, BCG, Bacillus, Galmet-Goring vaccine, or diphtheria, pertussis, tetanus vaccine, that is the DPT vaccine, and for the preparation of organic compounds like butanol, ethanol, and acetone. These are the different applications of microorganism in pharmaceutical biotechnology, which is used for the manufacturing of different pharmaceutical products. So this is the pharmaceutical microbiology. സോ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മൈക്രോബയോളജിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കോപ്പുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെഡിക്കൽ മൈക്രോബയോളജി, പബ്ലിക് ഹെൽത്ത് മൈക്രോബയോളജി, എക്കോളജിക്കൽ മൈക്രോബയോളജി, അഗ്രികൾച്ചറൽ മൈക്രോബയോളജി, ഫുഡ് ആൻഡ് ഡയറി മൈക്രോബയോളജി, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, മൈക്രോബിയൽ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി, microbial molecular biology, microbial genetics and pharmaceutical microbiology. Hope it is clear. These are some questions from this topic: history and scope of microbiology, scope or applications of microbiology, and what is the importance of microorganism in pharmaceutical field. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.